നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്ര അത് സ്ത്രീകളൊക്കെ വളരെ ആഘോഷത്തോടെ സന്തോഷത്തോടെ ഏറ്റെടുത്ത UDF സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. വളരെ സന്തോഷമായി പല സ്ത്രീകൾക്കും ഒരു പിടി പൈസ, പ്രത്യേകിച്ച് സാധാരണക്കാരായ സ്ത്രീകൾക്ക് കുറച്ച് പൈസ ലാഭിക്കാനാകും. അത് അവരെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ്. വളരെ സന്തോഷത്തോടെ സർക്കാർ സ്ത്രീകൾക്ക് മുന്നിലേക്ക് വെച്ച ഈ വാഗ്ദാനം, അതിനെതിരെ ഗതാഗത മന്ത്രി CP ജോൺ കഴിഞ്ഞ ദിവസം ഒരു വിവാദ പരാമർശം നടത്തിയിരിക്കുകയാണ്. പൈസ ഇല്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നുവെന്നും എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നുവെന്നും മന്ത്രിയുടെ പരാമർശം. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല, പകരം സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമെന്നും CP ജോണിന്റെ വിവാദ പരാമർശം. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നുവെന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് മന്ത്രി ഇത്തരത്തിൽ വിവാദ പ്രസ്താവന നടത്തിയത്. ബസ്സിന് പണമില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടും. സർക്കാർ സ്കൂളുകളിൽ ഇപ്പോഴും സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഫീസ് കൊടുക്കേണ്ടാത്ത സ്വകാര്യ സ്കൂളുകളിൽ പോലും വിടാതെയാണ് പൈസ കൊടുത്താണ് സ്വകാര്യ സ്കൂളുകളിലേക്ക് കുട്ടികളെ വിടുന്നത്. ആശുപത്രിയുടെ കാര്യം വന്നാൽ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടത്തുകയാണ്. പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നു. പ്രിയദർശിനി വന്നാൽ സ്ത്രീകൾ തിക്കിത്തിരക്കി പോകുന്നതിന്റെ കാരണം കുടുംബിനികളുടെ കയ്യിൽ കാശില്ലെന്ന യാഥാർത്ഥ്യമാണ് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നും CP ജോൺ പറഞ്ഞു. പ്രിയദർശിനി ബസ് വിജയിക്കാൻ കാരണം കേരളത്തിലെ ദാരിദ്ര്യമാണ്. സ്ത്രീകളുടെ കൈവശം പണമില്ലാത്തത് കൊണ്ടാണ് പലരും പ്രിയദർശിനിയെ ആശ്രയിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ ബസ് ഉടമകളുടെ സംസ്ഥാന സമ്മേളനം ാണ് മന്ത്രി ഈ പരാമർശം നടത്തിയത്. പാലക്കാട് വെച്ചായിരുന്നു ഇത്തരത്തിൽ വിവാദ പരാമർശം നടത്തിയത്. സ്വകാര്യ ബസ് മേഖലയുടെ തളർച്ചയ്ക്ക് കാരണം പ്രിയദർശിനി പദ്ധതിയല്ലെന്നും ഇതുകൊണ്ട് മാത്രമാണ് അവർ പ്രതിസന്ധി നേരിടുന്നതെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എന്തായാലും അദ്ദേഹം ഈ ഒരു വിവാദം, ഇതൊരു വിവാദമായതിന് പിന്നാലെ അതിന് വിശദീകരണവുമായി രംഗത്തെത്തി തൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്നാണ് മന്ത്രി വിവാദത്തോട് പ്രതികരിച്ചത്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. വർക്കിംഗ് ക്ലാസിൻ്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുന്നതിൽ താനടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വം പരാജയപ്പെട്ടുവെന്ന സ്വയം വിമർശനമാണ് താൻ നടത്തിയതെന്നാണ് മന്ത്രി പിന്നീട് അതിന് വിശദീകരണം നൽകിയിരിക്കുന്നത്. സൗജന്യ യാത്ര സ്ത്രീകളുടെ അവകാശമാണെന്നും അത് ഞങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത്. സ്വകാര്യ ആശുപത്രിയിൽ പോകാനുള്ള പണം ഇല്ലാത്തത് കൊണ്ടാണ് അവർ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. കുട്ടികൾക്കെങ്കിലും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ വേണമെന്ന അഭിലാഷം അവർക്കുണ്ട്. അതുകൊണ്ടാണ് പൈസ ഉണ്ടാക്കി സ്വകാര്യ സ്കൂളിലേക്ക് വിടുന്നത്. അതാണ് താൻ ഉദ്ദേശിച്ചതെന്നും മന്ത്രിയുടെ പ്രതികരണം. പ്രിയദർശിനിയിൽ നിന്ന് സർക്കാർ 1 ഇഞ്ച് പിന്മാറില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്ത്രീകളെ താൻ അധിക്ഷേപിച്ചിട്ടില്ല. സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് താൻ സംസാരിച്ചത്. യാത്ര ചെയ്യാൻ പോലും കഴിവില്ലാത്ത, സാമ്പത്തികമില്ലാത്ത സ്ത്രീകളുണ്ട്. തൻ്റെ വാക്കുകൾ വിവാദമുണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നും CP ജോൺ വ്യക്തമാക്കി. കേരളത്തിലുള്ളവർ ദാരിദ്ര്യം അനുഭവിക്കുന്നതായി അഭിനയിക്കുന്നു എന്നൊന്നും താൻ പറഞ്ഞിട്ടില്ല. താൻ എന്താണ് പറഞ്ഞതെന്ന് ഒരു വിശദീകരണം തന്നോട് ചോദിക്കാമായിരുന്നു. അങ്ങനെ ഒരു വിശദീകരണം പോലും ചോദിക്കാതെയാണ് പലരും അതിനെ വളച്ചൊടിച്ചതെന്നും മന്ത്രി കുറ്റപ്പെടുത്തുകയുണ്ടായി. പൈസ ഇല്ലാത്തത് കൊണ്ട് സ്ത്രീകൾ സ്വകാര്യ ബസ്സിൽ തള്ളിക്കയറുകയാണെന്ന മന്ത്രിയുടെ പരാമർശം അത് ഏത് രീതിയിൽ പറഞ്ഞതായാലും എന്തുദ്ദേശത്തിൽ പറഞ്ഞതായാലും അത് ആ ബസ്സിൽ കയറുന്ന സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന വിലയിരുത്തലുകൾ ഇതിനോടകം വന്നു കഴിഞ്ഞു. എന്തായാലും വളരെ വിവാദമായിരിക്കുന്ന മന്ത്രിയുടെ ഈ ഒരു പരാമർശം. എന്തായാലും പ്രിയദർശിനി അത് വലിയ രീതിയിലാണ് സ്ത്രീകൾ ഒന്നടങ്കം ഏറ്റെടുത്തത്. അത്തരത്തിൽ ഏറ്റെടുത്ത സ്ത്രീകൾക്ക് നേരെ വലിയൊരു ബൂമറാങ് പോലെ തിരിച്ചടിച്ചിരിക്കുകയാണ് മന്ത്രിയുടെ ഈ വാക്കുകൾ. എന്തായാലും അന്ന് പ്രിയദർശിനി സർവീസ് തുടങ്ങിയ സമയത്ത് സ്ത്രീകളൊക്കെ വളരെ സന്തോഷത്തിലായിരുന്നു. ഈ ഒരു പദ്ധതി തുടങ്ങിയതിൽ വളരെയധികം സന്തോഷത്തോടെ കേരളത്തിലെ സ്ത്രീകൾ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു. എന്തായാലും നമുക്ക് അവരുടെ ആ സന്തോഷത്തോടെയുള്ള പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി പോകാം. എനിക്ക് സന്തോഷിക്കാതെന്ന് പറഞ്ഞാൽ ഇപ്പൊ 6-60 എല്ലാത്തിനും ഒരേപോലെ ആയിരുന്നു. സർക്കാർ ഇപ്പൊ ചെയ്തെങ്കിലും ജനങ്ങളിൽ നിന്നല്ലേ ഇതെല്ലാം ഈടാക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ എന്തോന്ന് സന്തോഷിക്കാൻ? ഇതിപ്പോ സൗജന്യ യാത്ര എന്ന് പറഞ്ഞ് ആ പുരുഷന്മാരെ ഓട്ടുന്നവർക്ക് വേണ്ടേ? പുരുഷന്മാർ നമ്മളെ കൂടെ വരണം. പുരുഷന്മാരെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാതെ സൗജന്യമായിട്ട് ഇതൊക്കെ നിലനിൽക്കാനാണ് ഈ സർക്കാർ ഇതൊക്കെ രൂപീകരിച്ച് വെച്ചാൽ. ഒന്നും ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. അവർക്കൊന്നും ചെയ്യായിരുന്നു. 6 വയസ്സ് തൊട്ട് 16 വയസ്സ് വരെ 60 മുകളിലോട്ടുള്ളവർക്ക് വേണമെങ്കിൽ സൗജന്യ യാത്ര കൊടുക്കാം, വികലാംഗർക്കും കൊടുക്കാം. ഇതിപ്പോ എല്ലാവർക്കും 50,000 രൂപ ശമ്പളം വാങ്ങിച്ചോ, 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ചോണ്ട് സൗജന്യ യാത്ര. ഇതിലൊക്കെ എന്തോന്ന് അർത്ഥം? ഇത് ജനങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കാനും ജനങ്ങളിൽ നിന്ന് തന്നെ അവര് പൈസ കരം ഈടാക്കി വ്യാപിച്ചുള്ളൂ. അതുകൊണ്ട് എനിക്കതിൽ സന്തോഷമൊന്നുമില്ല. എനിക്ക് ഒറ്റ സന്തോഷമില്ല. ഞാനൊരു സ്ത്രീ തന്നെയാണ്.
സൗജന്യയാത്രയാണ്. എനിക്കതിൽ ഒരു സന്തോഷമില്ല. ജനങ്ങളെ പിടുങ്ങാൻ വേണ്ടിയുള്ള സന്തോഷം. അപ്പൊ ബസ്സിൽ കയറുമോ? ഞാൻ ആ ബസ്സിൽ ഇങ്ങോട്ട് വന്നപ്പോഴും കയറിയില്ല. കയറൂല. ഇനി ഒരിക്കലും കയറില്ല. ഒരിക്കലും കയറൂലെന്നല്ല, അതിൽ കയറൂലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് ഞാൻ കയറൂലെന്ന് ഞാൻ പറഞ്ഞില്ല. ബസ് യാത്ര നമുക്ക് എല്ലാവർക്കും KSRTC വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടാകുമെന്നൊരു വിലയിരുത്തൽ തുടക്കം മുതലേ ഉണ്ട്. ഉണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനെയും കൂടെ ആവുമ്പോഴോ അതപ്പോ ചെയ്യുന്നത് നല്ലതാണോ എന്നേ ഞാൻ പറഞ്ഞോളൂ. അല്ല, ഞാൻ ആ ബസ് കയറൂലെന്നല്ല പറഞ്ഞത്. സർക്കാർ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും ജനങ്ങളിൽ നിന്ന് പിഴിയാൻ വേണ്ടി തന്നെയാണ് ഇത് വെച്ചേക്കണത്. അല്ലാതെ അവർക്കിത് നഷ്ടം വന്ന അവര് ഇന്ധനങ്ങളിലും സാധനങ്ങളിലൊക്കെ വിലക്കയറ്റം ഉണ്ടാവൂലേ. അപ്പൊ നമ്മളിൽ നിന്നല്ലേ പിഴിയണം. പിന്നെ നമുക്ക് എന്തോരം ലാഭം, എന്തോന്ന് ലാഭമാണ് അതില്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കയറൂലെന്നല്ല ഞാൻ പറഞ്ഞത്. നഷ്ടമാണ്. ഒരു പൗരൻ എന്ന രീതിയിലുണ്ടായ ഒരു ആശങ്കാഭാവമാണ് പറഞ്ഞത്. ഒരു പൗരൻ ഒരു ഇന്ത്യ നിലവിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണിത്. ഇത് കുറച്ച് കഴിയുമ്പോൾ നിർത്തലാക്കും, സർക്കാർ തന്നെ നിർത്തലാക്കും. ഇതൊക്കെ അവരൊരു വാഗ്ദാനം ചെയ്തത് കൊണ്ട് അത് നടപ്പിലാക്കണമല്ലോ. അത് ഞാൻ ഒരു കളയിൽ പോകണമല്ല, എനിക്ക് കിളിമാറ്റി പോകണം, പെഞ്ഞാറമ്മൂട് കിളിമാറ്റി പോകണം. അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതായത് കൊണ്ട് അവർ ചെയ്തെന്ന് മാത്രം. അപ്പൊ അത് ചെയ്യാമായിരുന്നു. 6 തൊട്ട് 16 വയസ്സ് വരെയും 60-ന് മുകളിലോട്ടുള്ളവർക്ക് അത് കൊടുക്കാമായിരുന്നു. ഇതിപ്പോ ഇങ്ങനെ ചെയ്താൽ എന്താണ്? ബസ്സിൽ അടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് സ്ത്രീകളുടെ അടിയൊക്കെ ഉണ്ടാക്കില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടെ കഴിയുമ്പോ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ വെഞ്ഞാറമ്മൂട് കിളിമാറ്റൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരെയായിരുന്നു ഞാനിവിടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഈ സിറ്റി ഫാസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന ബസ്സുകളിലൊന്നും ദയവായി കയറരുത്. ഇതിലൊന്നും സൗജന്യ യാത്ര അനുവദിക്കുന്നതല്ല. സിറ്റി ഫാസ്റ്റിൽ ഒരിക്കലും കയറരുത്. ഏത് ബസ്സിലാണ് സൗജന്യ യാത്ര ഉള്ളതെന്ന് പ്രേക്ഷകർക്കായിട്ട് മലയാളി വാർത്ത കാണിച്ചു തരുന്നതായിരിക്കും. സിറ്റി ഫാസ്റ്റ് ബസ് ഇപ്പോൾ ഒരുപാട് സിറ്റിയിൽ ഉണ്ട്. അപ്പോൾ മാറിക്കയറിയാൽ ഉറപ്പായിട്ട് പൈസ കൊടുത്ത് പോകേണ്ടി വരും. ആ കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കൂടുതൽ സിറ്റി ഫാസ്റ്റ് വരുന്നുണ്ട്, പ്രിയദർശിനിയുടെ ബസ് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും അതും പ്രേക്ഷകർക്ക് മുന്നിൽ കാണിച്ചു തരാം ഒരിക്കൽ കൂടി. എന്തായാലും ഇപ്പൊ നിലവിൽ വരുന്നതല്ല സിറ്റി ഫാസ്റ്റ്. കാരണം സിറ്റി ഫാസ്റ്റിൽ പ്രേക്ഷകർ കയറരുതേ. സന്തോഷമാണ്, നല്ല തീരുമാനമാണ്. ഇത് കണ്ടിന്യൂ ആയിട്ട് പോകുമോ? അതെ അതെ, തേങ്ങ പോലെയാണ്. കണ്ടിന്യൂ ചെയ്യുമെങ്കിൽ നന്നായിരിക്കും. ഓർഡിനറി ബസ്സിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മാത്രം നോക്കി കയറാൻ അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. ഞാനിപ്പോ വന്നത് തന്നെ സിറ്റി ഫാസ്റ്റിലാണ് വന്നത്. കാരണം നമ്മൾക്ക് ടൈം ഒരു മുഖ്യ ഘടകമല്ലേ. പ്രിയദർശിനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സൗജന്യ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. വലിയ രീതിയിൽ ഇന്ന് യാത്ര ചെയ്തോ? യാത്ര ചെയ്തില്ല. ബസ് അല്ല, കണ്ടായിരുന്നു, രാവിലെ കണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് വരെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിൽ കയറിയില്ല. നമുക്കിവിടെ സ്റ്റേച്ച് വരെ വരണം. അപ്പൊ പിന്നെ 2 ബസ് കയറണം. അതുകൊണ്ട് വന്നില്ലായിരുന്നു. അപ്പൊ ഇനി പ്ലാൻ ഒക്കെ ചെയ്തിട്ടുണ്ടോ? എന്തായാലും ഒരു 3 മാസം ഈ ഒരു 100 ദിവസം